നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയുള്ളോ? இதே போதேஷமா, இது வந்து கொடிய விஷமாகும். தோண வேண்டாம், கொஞ்சம் உள்ள போனா போதும், ஆளு தூங்கிடுவேன். கொஞ்ச நேரத்துக்கு பின்னாடி சோற துப்பி மெதுவா ஆளு சத்துடுவேன். உறப்பாடല്ലോ അല്ലേ? நீங்க என்னையா காட்டு நீங்க வந்து போய் சொல்றதுக்கு எனக்கு என்ன பைத்தியமா பிடிச்சிருக்க? போதும் போதும், കൂടുതൽ പേസ വേണമെന്നാ. വേല വേണ്ട എന്താന്ന് വെച്ചാ കൊടുത്ത് വിട്ടേക്ക്. ശരി വാടാ. சரி ஐயா. എന്താ സാധനം കിട്ടിയിരുന്നോ? ആ കിട്ടി കിട്ടി. ഇനി കാര്യങ്ങളൊക്കെ നമ്മള് വിചാരിച്ച പോലെ നടക്കുമേ. ദാ കണ്ടോ, ഇതാണ് കരാളം. കരാളോ? അതെ, കൊടിയ വിഷം. ഉൾവനത്തിൽ താമസിക്കുന്ന ഒരു കൊച്ചു പയ്യൻ പ്രത്യേക കൂട്ടിനാൽ സൃഷ്ടിച്ചതാ. തൃപ്പങ്ങോട്ട് തറവാട്ടിലെ പെൺപടയെ മുച്ചൂടും തുടച്ചു മാറ്റാൻ ഇതിലെ ഏതാനും തുള്ളികൾ മതിയെന്ന് വിശ്വസിക്കാം. നന്നായി. എന്നാ പിന്നെ സമയവും സന്ദർഭവും നോക്കി ഇന്നോ നാളെയോ തന്നെ ആദ്യ പ്രയോഗം നടത്താം നമുക്ക്. ഏയ്, അത് പറ്റില്ല. സാഹസമാകരുത്. ഇപ്പോഴല്ല. സുഭദ്രയുടെ വയറ്റിൽ കിടക്കുന്ന അനന്തരാവകാശിയെ നമ്മുടെ കയ്യിൽ കിട്ടണം. തൃപ്പങ്ങോട് തറവാട്ടിൽ അതുവരെ ഒരനർത്ഥവും സംഭവിക്കാൻ പാടില്ല. സുഭദ്രയ്ക്ക് മാത്രമല്ല, ആർക്കും. അതിനൊക്കെ ഒരുപാട് സമയമെടുക്കില്ലേ? നിനക്കൊരു കുഞ്ഞിനെയാണ് ആവശ്യമെങ്കിൽ നമുക്ക് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച്. എന്ത് മനസ്സിൽ വിചാരിച്ചിട്ട് അമ്മയെ സംസാരിക്കുന്നത്? നമ്മൾ ഈ ദേശം അംശം എന്നൊക്കെ മേനി പറയുമ്പോഴും ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് നമ്മ മറക്കരുത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാവ്. അവരെ അതൃപ്തരാക്കി അധിക നാൾ നമുക്കൊന്നും ചെയ്യാനാവില്ല. മതി. എന്റെ മുമ്പിൽ നീ ഇങ്ങനെ മൈതാന പ്രസംഗം നടത്താതെ എന്താ ഉദ്ദേശിക്കുന്നെന്ന് പറയേ. ഉദ്ദേശം വേറൊന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമേ ചെയ്യാവൂ. ഇവിടെ ഇന്നത്തെ നിലയിൽ സുഭദ്ര പെട്ടെന്നില്ലാതായാൽ നമ്മളും പിന്നെ തൃപ്പങ്ങോടിന് അന്യരായി മാറും. ഇവിടത്തെ നമ്മുടെ അവകാശാധികാരങ്ങൾ ഉറപ്പിക്കാൻ ആദ്യം നമുക്ക് മകൻ പിറക്കണം. ആ ജന്മമുണ്ടായി കഴിഞ്ഞാലേ ഈ കുടുംബത്തിൽ നിന്നും ഒരു നിയമത്തിനും എന്നെ പുറത്താക്കാൻ പറ്റാതാകൂ. സുഭദ്ര എന്റെ മകനെ പ്രസവിച്ച് അമ്മയും മകനും രണ്ട് പാത്രമായി കഴിഞ്ഞാൽ അന്ന് നമുക്കിത് പ്രയോഗിക്കുന്ന തീയതി നിശ്ചയിക്കാം. അതുവരെ അമ്മ ഇത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ മതി. കരാളം എന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ നരകമെന്നാണ്. അറിഞ്ഞോ അറിയാതെയോ അവരിതിനിട്ട പേര് നമുക്ക് അനുയോജ്യമായി. തൃപ്പങ്ങോട്ട് കുടുംബത്തിന്റെ എല്ലാ നിലവറകളിലേക്കും തുറന്നു കയറാനുള്ള താക്കോൽ കിട്ടാൻ നമ്മൾ ഈ വിഷമുപയോഗിച്ച് സുഭദ്രയെ അനുജത്തിമാരെ നരകത്തിലേക്ക് അയക്കും. ഈ കരാളം ഉപയോഗിച്ച് തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.